again, welcome back to Mahi's World. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ഡിഷായ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണ് ഇത് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഞാൻ 500 grams ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 2 tablespoon കോൺഫ്ലോറും 1 tablespoon ഓൾ പർപ്പസ് ഫ്ലവറും അല്ലെങ്കിൽ മൈദയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ 1 teaspoon കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ½ tablespoon സോയ സോസും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 20 to 30 minutes മാരിനേറ്റ് ചെയ്ത് വെക്കാം. 30 minutesന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 tablespoon ജിഞ്ചറും 1 tablespoon ഗാർലിക്കും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻസും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒണിയൻസ് ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 or 2 minutes മതിയാവും. ഒണിയൻസിൻ്റെ ക്രഞ്ചിനെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ സോസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായി 1 tablespoon സോയ സോസും 2 tablespoon ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെ 1 teaspoon ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 teaspoon പെപ്പർ പൗഡറും 1 tablespoon കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ½ cup വാട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ ഒരു ½ teaspoon ഷുഗർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒനിയൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ യമ്മി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഡിഷാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.